ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുവാൻ കാരണം കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണ്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് പപ്പ, അമ്മ, 2 ചേട്ടന്മാരുണ്ട് എനിക്ക്. അവർ ജോലിയിലായിരിക്കുന്നു. എൻ്റെ പേര് അക്സ റൈച്ചൽ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു പനി വരുന്നത്. ഹോസ്പിറ്റലെല്ലാം കൊണ്ട് കാണിച്ചു, മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്, പനി മാറുന്നില്ല. ഒരു ദിവസം തീരെ വയ്യാതെ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ ചെന്ന് കാണിച്ചപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഒരാഴ്ചത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. ഒരാഴ്ചയായിട്ടും പനി മാറാതെ വന്നപ്പോൾ പിന്നെയും ഡോക്ടറിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞ് പേരൻസിനെ കാണണമെന്ന് പറഞ്ഞു. അമ്മയായിരുന്നു എൻ്റെ കൂടെ അടുത്തുണ്ടായിരുന്നത്. വേഗം അമ്മ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അക്സയ്ക്ക് ബ്ലഡിനകത്ത് ക്യാൻസറാണെന്ന് ഒരു ഡൗട്ടുണ്ട്, നിങ്ങൾ വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. വേഗം എന്നെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്ന് ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഒരു ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പിറ്റേ ദിവസം ഡോക്ടർ വന്നു. ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി. ഡോക്ടർ പേരൻസിനോട് പറഞ്ഞു, അക്സയ്ക്ക് ബ്ലഡിനകത്ത് ക്യാൻസർ സ്ഥിരീകരിച്ചു, നിങ്ങൾ കോട്ടയം RCCയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. വേഗം തന്നെ കൊണ്ട് വീട്ടിലേക്കാണ് പോയത്. അന്ന് രാത്രിയിൽ അന്ന് തന്നെയാണ് എനിക്ക് +1 അഡ്മിഷൻ കിട്ടുന്നത്. പപ്പ സ്കൂളിൽ വിളിച്ച് പറഞ്ഞു, അക്സയെ കൊണ്ട് ഇങ്ങനെ RCCയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. +1 ക്ലാസ്സിലേക്ക് കയറാൻ എനിക്ക് സാധിച്ചില്ല. എനിക്കറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഒരു പനിയല്ലേ എന്നോർത്ത്, പനി മാറാത്തതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പോകുന്നതെന്നാണ് ഞാൻ ഓർത്തത്. അന്ന് വീട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒത്തിരി ആൾക്കൂട്ടം. ഒരു മരണ വീട്ടിലെങ്ങനെ ആൾക്കൂട്ടം ഉണ്ട്, അതേപോലെ ആയിരുന്നു അന്ന് വീട്ടിൽ. ദേവദാസനും സഭയും എനിക്ക് വേണ്ടി അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. ആൾക്കാരെല്ലാം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. എനിക്കറിയത്തില്ല എനിക്കെന്താ സംഭവിച്ചതെന്ന്. 2022 ആഗസ്റ്റ് 22-ാം തീയതി ഞങ്ങൾ RCCയിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നത്. അവിടെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് ഡോക്ടറെ കണ്ടു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടും കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഈ പേഷ്യൻറ്റിനെ വേഗം വീൽ ചെയറിൽ ഇരുത്തുക, അല്ലെങ്കിൽ പേഷ്യൻറ്റ് ബ്ലഡ് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞു. വേഗം എന്നെ ഒരു വീൽ ചെയറിലാണ് കയറ്റിയിരുത്തിയത്. വേഗം ഒരു വാർഡിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച, അത്യാസന്ന നില കിടക്കുന്ന ഒത്തിരി ആൾക്കാർ, മുടിയൊന്നുമില്ലാതെ കിടക്കുന്ന ഒത്തിരി ആൾക്കാർ. അവരെല്ലാം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനും ഇങ്ങനെ ആവുമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞില്ല മോളെ എന്ന് പറയാനിടയായി. പിറ്റേ ദിവസം തന്നെ ബോൺമാരെ ചെയ്തു, ടെസ്റ്റിന് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ 4th സ്റ്റേജ് ആയിരുന്നു. വേഗം കീമോ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരം മൊത്തം ഇൻഫെക്ഷനുകളാൽ ഞാൻ ഭാരപ്പെട്ടു. കീമോ നിർത്തിവെച്ചു. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ബ്ലഡ് കരുനീലിച്ച് കിടക്കുന്ന ഒരവസ്ഥ. കണ്ണിൻ്റെ താഴെ ബ്ലഡ് തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥ. കണ്ണിൻ്റെ ഉള്ളിലോട്ട് ബ്ലഡ് ഇറങ്ങി കിടക്കുന്ന ഒരവസ്ഥ. പനി മാറിയിട്ടില്ല. 101, 102 ഡിഗ്രി പനിയാണ്. വിറച്ചാണ് ഞാൻ അവിടെ കിടക്കുന്നത്. എൻ്റെ അടുത്ത് പപ്പായോ അമ്മയോ ആരുമില്ല. ആശ്വാസ വാക്കുകൾ പറയാൻ പോലും എൻ്റെ അടുത്ത് ആരുമില്ല. കീമോ ചെയ്ത് കിടക്കുമ്പോൾ ശക്തമായ വേദനയാണ് അനുഭവിക്കുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രാത്രിയാമങ്ങളിൽ ഉറക്കമൊന്നുമില്ല, വേദന കാരണം. കൈ തിരുമുമ്പോൾ കാല് വേദന എടുക്കും, കാല് തിരുമുമ്പം വയറുവേദന എടുക്കും. എവിടെ തിരുമണ്ടെന്നറിയാതെ ഞാൻ രാത്രിയാമങ്ങളിൽ കരഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. രാത്രിയാകുമ്പോൾ തന്നെ പപ്പായും അമ്മയും വിളിച്ച് ഞാൻ കരയും. എനിക്ക് വേദന എടുക്കുന്നു, ശരീരം മൊത്തം എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പം അവർ രണ്ടും എനിക്ക് വേണ്ടി ആ രാത്രിയാമങ്ങളിൽ എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനങ്ങ്
ഉറങ്ങിപ്പോവും. ചില സമയങ്ങളിൽ ഞാൻ അവരെ വിളിക്കത്തില്ല, അവർക്ക് വിഷമാകണ്ടല്ലോ എന്നോർത്ത് ഞാൻ തന്നെ പ്രാർത്ഥിക്കും, യേശുപ്പച്ചായനെ സൗഖ്യമാക്കണമേ, എൻ്റെ ശരീരത്തിലെ വേദനയെല്ലാം മാറ്റണമേ. എൻ്റെ കൂട്ടുകാരെല്ലാം പഠിക്കാൻ പോകുമ്പോഴത്തേക്കിന് ഞാൻ യാർസിസിൽ ഒരു ബെഡിൽ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ നിന്നും കർത്താവ് എടുത്ത് മാറ്റണേ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു വാക്യമാണ് ഇരമ്യാവ് 33:6, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുന്ന ആ ഒരു വാക്യം ആ രാത്രിയാമങ്ങളിൽ എന്നെ ബലപ്പെടുത്തി. ഒന്ന് ആശ്വാസവാക്കുകൾ പറയാൻ പോലും ഇല്ലാത്ത സമയത്ത് എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയങ്ങളിലെല്ലാം പിത്താശയത്തിൽ നീരായിട്ട് 2 ആഴ്ചത്തോളം എനിക്ക് ഫുഡ് തരാതെ അവരെന്നെ കടത്തി. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം കഴിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ അമ്മയോട് പറഞ്ഞു, ചുണ്ട് നനയ്ക്കാൻ മാത്രം സ്വല്പം വെള്ളം തരാമോ എന്ന് ഞാൻ ചോദിച്ചു. വേണമെന്ന് പപ്പ ചെന്ന് ഡോക്ടറിനോട് ചോദിച്ചു, അക്സയ്ക്ക് വിശക്കുന്നു, അക്സയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുത്തോട്ടെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്വല്പം വെള്ളം കൊടുത്തോളാം, ഒരടപ്പ് വെള്ളം കൊടുത്തോളാമെന്ന് പറഞ്ഞു. ചുണ്ട് നനയ്ക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഇച്ചിരി വെള്ളം തന്നു. അന്നാണ് ഞാനൊരു വെള്ളത്തിൻ്റെ വില അറിയുന്നത്, അന്നാണ് ഞാനൊരു ഭക്ഷണത്തിൻ്റെ വില അറിയുന്നത്. എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ശരീരം മൊത്തം നീരായിട്ട് ഞാൻ ഭാരപ്പെട്ടു. എൻ്റെ പുറമെല്ലാം പൊട്ടാൻ തുടങ്ങി, എൻ്റെ മുടിയെല്ലാം പൊഴിയാൻ തുടങ്ങി, എൻ്റെ കളറ് മാറാൻ തുടങ്ങി. വെളിയിൽ നിന്ന് ഒരാൾ വന്ന് കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരവസ്ഥ. എൻ്റെ ശരീരം മൊത്തം ക്ഷയിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്ത് അസ്ഥി മജ്ജയെല്ലാം പോയി. ഞാനൊരു അസ്ഥികൂടമായി ഞാൻ മാറി. എൻ്റെ പ്രായത്തിലുള്ളവർ കീമോ ചെയ്ത് ഡിസ്ചാർജായി പോകുമ്പോഴും ഞാൻ RCSൽ ആ ഒരു മൂലയ്ക്കത്ത് ഒരു ബെഡിൽ കിടക്കും. അവരെല്ലാം ഡിസ്ചാർജായപ്പം ഞാൻ ഓർക്കും, ഞാൻ എന്താ ഡിസ്ചാർജ് ആകാത്ത. എനിക്കപ്പോഴും അസുഖം കൂടുതലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവരെല്ലാം അന്നോട് നടന്നവരെല്ലാം ഇപ്പം ഈ ലോകത്തില്ല. ഞാൻ മരണത്തോട് മല്ലടിച്ചു. 2 മണിക്കൂർ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കർത്താവ് എന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഇന്നയോളം നടത്തി. വെളുപ്പിന് അമ്മ കുളിപ്പിക്കാൻ വരുമ്പോഴത്തേക്കിന് എൻ്റെ ശരീരം മൊത്തം അസ്ഥി പോലെ ക്ഷീണിച്ച് തൊടുമ്പം മൊത്തം എല്ലാണ്. അമ്മ പ്രാർത്ഥിക്കാൻ നേരം അമ്മയ്ക്കൊരു വാക്യം കിട്ടി. കൊലോസ്യർ 2:19, തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭാവിച്ചും ദൈവികമാണ് വളർച്ച പ്രാപിക്കുന്നത്. ആ ഒരു വചനത്തിൻ്റെ ശക്തിയാണ് ഇപ്പോഴത്തെ ശരീരത്തിൽ ദൈവം എനിക്ക് മുടിയും കളറും മജ്ജയും മാംസവും എല്ലാം ദൈവം എനിക്ക് തന്നത്. 2022 ആഗസ്റ്റ് 22 കയറിയിട്ട് 3.5 മാസം ഞാൻ ഒരേ ബെഡിൽ കടന്നു. എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണ് ഒരാളെ 2ആയിട്ടാണ് കാണുന്നത്. ഞാൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. ഞാൻ മരണത്തോട് മല്ലടിച്ചു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഇന്നയോളം കാത്തു സൂക്ഷിച്ചു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം. ഞാൻ RCC കടഞ്ഞ ഒരു തീരുമാനമെടുത്തായിരുന്നു, കർത്താവ് എനിക്ക് ആയുസ് തന്നാൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചോളാമെന്ന്. എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് ആയുസ് തന്നപ്പോൾ പപ്പായുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. കുപ്പനാട് ബൈബിൾ കോളേജിൽ ഞാൻ ചേർന്നു. നാളെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയം തന്ന ദേവദാസനോട് സഭയോട് നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദൈവസഭയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുടുംബമായി നിങ്ങളെ ക്രിസ്തുവിൽ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഞങ്ങൾ നൽകി തന്ന നല്ല സാവകാശത്തിന് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 2022 ആഗസ്റ്റ് മാസം RCCയുടെ തീച്ചുളയ്ക്കകത്തേക്ക് എനിക്ക് 3ാമത് ദാനമായി നൽകി തന്ന പെൺകുഞ്ഞുമായി ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. കോട്ടയത്തു നിന്ന് കുഞ്ഞിന് ബ്ലീഡിങ് ആരംഭിച്ച് നേരിട്ട് ഞങ്ങളെ RCCയിലേക്ക് വിടുന്ന RCC ചെന്ന് ബ്ലഡ് അതിൻ്റെ റിസൾട്ട് ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ വന്ന് ആ സമയത്ത് തന്നെ ഡോക്ടർ ഇങ്ങനെയാണ് ഓർപ്പിക്കുവാനിടയായത്: കുഞ്ഞിന് ബ്ലഡ് ഛർദ്ദിക്കും, അവൾ താഴെ വീഴും, അതുകൊണ്ട് പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ വീൽ ചെയറിൽ ഇരുത്താൻ പറഞ്ഞ് അന്ന് തന്നെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം തന്നെ അവിടെ ബോൺ മാരോ ചെയ്തതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അക്യൂട്ട് മൈലോയ്ഡ് ലുക്കോമി എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞ് ബോൺ മാരോ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആണുങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങൾ തിങ്കളാഴ്ച അവിടെ ചെല്ലുന്ന വ്യാഴാഴ്ച ഞങ്ങളെ വിളിച്ച് കയറ്റി. അച്ഛൻ്റെ പപ്പ ആരാന്ന് ചോദിച്ച് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. എന്നെ എവിടെ ഇരുത്തി എൻ്റെ ജ്യേഷ്ഠനും അളിയനും. ഞങ്ങൾ ഡോക്ടറുടെ മുൻപിലിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ സീരിയസ്നെസ് ഡോക്ടർ ഇങ്ങോട്ട് വിവരിക്കുവാനിടയായി. അവർക്ക് ബ്ലീഡിങ് ആരംഭിച്ചിരിക്കുകയാണ്. എമർജൻസി ആയിട്ട് 6 കീമോതെറാപ്പി ചെയ്യണം. 6 കീമോതെറാപ്പി ചെയ്യുമ്പോൾ മോക്ക് എന്ത് സംഭവിക്കാം, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുവാനിടയായി. മാത്രമല്ല 6 കീമോതെറാപ്പി സക്സസ് ആയാൽ 20 ലക്ഷം രൂപ മുടക്കി ഇവിടെ മജ്ജ മാറ്റി വെക്കണം, അതിൻ്റെ സാമ്പത്തികം നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയക്കുമ്പോൾ, ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിന്ന് ഈ കുഞ്ഞ് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ഒരു പ്രതീക്ഷകളുമില്ലാതെ ഞങ്ങൾ വളരെ ഭാരത്തോടു കൂടെ ആയിരുന്നു ഈ ആ സാഹചര്യം. 1ാമത്തെ കീമോയുടെ 4ാമത്തെ മരുന്ന് കുഞ്ഞിൻ്റെ ശരീരത്തെ കയറാൻ തുടങ്ങിയ സമയം മുതൽ അവിടെ മുഖം മുതൽ ശരീരം മുഴുവൻ കരുവാളിക്കാൻ തുടങ്ങി. ഞങ്ങൾ നോക്കി നിൽക്കുന്ന നമുക്ക് കാണാം, കണ്ണിനകത്തേക്ക് ബ്ലഡ് ഇറങ്ങുന്നത് കാണാം, കവിളിൻ്റെ 2 സ്കിന്നിനകത്തേക്ക് ബ്ലഡ് തൂങ്ങുന്നത് കാണാം. ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്: ആ ബ്ലഡ് പൊട്ടരുത്, അത് പൊട്ടിയാൽ ബ്ലഡ് നിൽക്കത്തില്ല, അതുപോലെ കുഞ്ഞിന് അസുഖം സീരിയസ് ആയിട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളെ ഓർപ്പിക്കുവാനിടയായി. 1ാമത്തെ കീമോയുടെ 4ാമത്തെ മരുന്ന് നിർത്തി. അവൾക്ക് ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻ വരുവാൻ തുടങ്ങി. ആദ്യമായി അവൾക്ക് വന്ന ഇൻഫെക്ഷൻ പിത്താശയത്തിൽ നീര് വന്ന് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ സമയത്ത് അവളെ മുറിക്കുവാൻ കഴിയത്തില്ല, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്, പക്ഷേ ഈ സാഹചര്യം അവളെ മുറിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവിടെ ആക്കിയിരിക്കുന്ന സമയം അർദ്ധരാത്രിയാകുമ്പോൾ അതിശക്തമായ വയറിൻ്റെ വേദനയായി കുഞ്ഞുങ്ങളെ വീഡിയോ കോൾ ഞങ്ങളെ വിളിക്കുമ്പോൾ RCCയുടെ അടുക്കൽ ചർച്ചക്കോട് സ്റ്റേറ്റ് ചർച്ചിൻ്റെ റൂമിൽ ഞാനും കർത്താവിൻ്റെ ദാസിയുമായിരിക്കുമ്പോൾ ഇവരമേ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടോ ഞങ്ങൾക്ക് ഓടി കയറി ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം പിന്നെ രാത്രി 8:30 ഇറങ്ങിയാൽ വെളുപ്പിനെ 5:30 മാത്രമേ നമുക്ക് RCC കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടോ ഞങ്ങൾ അർദ്ധരാത്രി ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ സമയത്തല്ല അവർക്ക് ഉറക്കം കൊടുക്കുകയും രാവിലെ ചെന്ന് ഒക്കെ വേണ്ട കാര്യം ചെയ്യുകയും കർത്താവിൻ്റെ ദാസി അവളെ കുളിപ്പിക്കുവാൻ വേണ്ടി മാറ്റി. ഏതാണ്ട് 3.5 മാസം RCCയിലൊരു ബെഡിൽ, ഭിത്തിസൈഡിൽ ഒരു ബെഡിലാണ് കുഞ്ഞിനെ കിടത്തുവാനിടയായത്. ഇവിടെ മുടി മുഴുവൻ പിഴുതു പോകത്തക്ക രീതിയിൽ ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞ് പറഞ്ഞമ്മ, എനിക്ക് തലയ്ക്കകത്തേക്ക് ചൂടിറങ്ങിയിട്ട് എനിക്ക് സഹിക്കുന്നില്ല, എൻ്റെ മുടി വെട്ടിക്കോളം പറഞ്ഞപ്പോൾ ദേവദാസിനോട് പറഞ്ഞൊരു കത്രിക മേടിച്ച് കർത്താവിൻ്റെ ദാസി കുഞ്ഞിനെ ബെഡിൽ കിടത്തി മുടി മുഴുവൻ വട്ടം വെട്ടി ഒരു ഷിമ്മി കവറിനകത്താക്കി എൻ്റെ കരങ്ങളിൽ തരുവാനിടയായി. കണ്ണുനീരോടുകൂടി അത് മേടിച്ച് പുറത്തു പോയി. ദൈവത്തിൻ്റെ ജനമേ, പിന്നീട് ഒരു ഷേവിങ് സെറ്റ് കൊണ്ട് കുഞ്ഞിൻ്റെ തല മുഴുവൻ വടിച്ച് അവളെ പിന്നെ വാർഡിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വിരൂപരൂപം പോലെ കുഞ്ഞായി തീരുവാനിടയായി. ഓരോ ദിവസം ചെല്ലുന്തോറും അവിടെ ശരീരത്തിൻ്റെ നില വഷളായി. 37 കിലോ വെയിറ്റോടുകൂടി RCCക്കകത്ത് കയറിയ കുഞ്ഞ് ഏതാണ്ട് 24 കിലോയോളം
വെയിറ്റ് ആ രീതിയിലേക്ക് കുഞ്ഞായിത്തീരുന്നു. ഒരു കരിക്കട്ട പോലെ കരിവാളിച്ച് പ്രതീക്ഷകൾ സകലതും അസ്തമിച്ച് കർത്താവിൻ്റെ ദാസി കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരേ കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ പുറം മുഴുവൻ പൊട്ടി. ഒന്നും വയ്യാത്ത അവസ്ഥയിൽ പുറത്തൊന്നൊരാൾ കയറി ചെന്ന് കണ്ടാൽ പേടിച്ചു പോകുന്ന അവസ്ഥയിൽ ഞാനിങ്ങനെ ഓർക്കുന്നു. കീമോടെ മരുന്നിൻ്റെ ചൂട് അതിൻ്റെ സഹിക്കാൻ കഴിയാതെ, എൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കുഞ്ഞിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ്, പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ച് എൻ്റെ കുഞ്ഞിനോട് എന്നെ നോക്കി കരയുവാനിടയായപ്പോൾ അവളോട് പറയുവാൻ ഞങ്ങൾക്കൊരു മറുപടിയുമില്ലെങ്കിലും ദൈവം വിടുവിക്കുന്നുള്ള വിടുതലോടുകൂടി, ദൈവജനമേ ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ അടുക്ക് നിൽക്കുവാനേ കഴിയത്തുള്ളൂ. അതുപോലത്തെ സാഹചര്യമാണ്. ആമേൻ. ഏതാണ്ട് ഒരു ഹൈഡോസ് കീമോ കഴിയുന്ന സമയം ഡോക്ടർ അക്സയുടെ പപ്പ റൂമിലേക്ക് വരണമെന്ന് ഞാൻ ഡോക്ടറെ കാണുവാൻ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞിൻ്റെ വാൽവിന് ഹോൾ വീണിരിക്കുകയാണ്, അവിടെ തിരിച്ചു വരവിലേക്ക് ഒരു പ്രതീക്ഷയുമില്ല, മാറി മാറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അക്സമ്മോൾ സ്റ്റേബിൾ ആകുന്നില്ല, അവൾ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി ഡോക്ടർ റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന പല സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സമയം കുഞ്ഞിന് അവിടെ ഇൻഫെക്ഷൻ കൂടിയിട്ട് മഞ്ഞപ്പിത്തം കരളിന് ബാധിച്ച് മഞ്ഞപ്പിത്തം കരളിലേക്ക് പിടിച്ചിട്ട് ഏത് സമയത്തും മരണം മുഖാമുഖമായി കണ്ടു കിടക്കുന്നൊരനുഭവം. ആ പ്രത്യേകമാകുന്ന സാഹചര്യങ്ങളിലെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനെ അറിയുന്നവരെല്ലാം പ്രാർത്ഥിച്ച സമയം ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഇങ്ങനെയാണ് കുഞ്ഞ് അവളെ ബെഡിൽ കിടത്തിയിരിക്കുന്ന ബെഡ്ഷീറ്റും കുഞ്ഞ് ധരിച്ചിരിക്കുന്ന യൂണിഫോമെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്കാക്കി അത് സ്റ്റാപ്ലം ചെയ്ത് മാറ്റുകയും കുഞ്ഞിന് വേണ്ടി മാത്രം ഒരു ബാത്റൂം RCC ജനറൽ വാർഡിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞിന് ഡെങ്കിപ്പനി ഹൈ ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന രീതിയിൽ ഡോക്ടേഴ്സ് ഞങ്ങളോട് ഓർപ്പിക്കുവാനിടയായി. ദൈവജനമേ, പ്രതീക്ഷകൾക്ക് വകയില്ലാതെ വണ്ണം മരണം മുഖാമുഖമായി കണ്ട് ഏതാണ്ട് ഓർമ്മകൾ മറയാൻ തുടങ്ങി, വിളിപ്പിച്ചും പേയും പറയാൻ തുടങ്ങി. ഒരു ദിവസം ചേട്ടായിമാരെ കാണുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയം ഡോക്ടർ പറഞ്ഞ് അവിടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം, ചേട്ടായിമാരെ കൊണ്ടുവരണം. ഫോൺ വിളിച്ച് കുഞ്ഞുങ്ങളെ വരുത്തി കുഞ്ഞുങ്ങൾ വന്ന് കുഞ്ഞിനെ കയറി കാണുമ്പോൾ അവർ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഒരു പുറത്തേക്ക് ഇറങ്ങി വലിയ നിലവിളിക്കുന്ന അവസ്ഥ ഇന്നും ഓർക്കുന്നു. ഒന്നെഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം ഒരു സൈഡിലേക്ക് തല ചരിച്ചിട്ട് കൊണ്ട് RCCയുടെ ഒരു ബെഡിൽ 3.5 മാസം വെയിൽ കാണാതെ, മഴ കാണാതെ, പുറലോകം കാണാതെ വണ്ണം ദൈവത്തിൻ്റെ ജനമേ ഒരു ജീവശവം പോലെ കിടന്ന സമയം. പക്ഷെ ഇന്ന് രാത്രിയിൽ ആമേൻ ബദേലെ ഈ ദൈവസഭയിൽ കടന്നു വന്ന എൻ്റെ കർത്താവിൻ്റെ ആമേൻ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ഇവിടെ നിൽക്കുവാൻ കാരണം കർത്താവിൻ്റെ കരം എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. ഏത് സമയത്തും മരണം മുഖാമുഖമായി കണ്ട് ആമേൻ ഹല്ലേലൂയ അവളെ മൂടിക്കെട്ടിക്കൊണ്ടുപോകുമെന്ന് RCC വിധി എഴുതിയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം ശക്തമായി വെളിപ്പെടുവാനിടയായി. ഇങ്ങനെ ഡോക്ടർ ഓർപ്പിക്കുവാനിടയായി, അവൾക്ക് സീരിയസ് ആണ്, ഞങ്ങൾ ഏത് സമയത്തും അവളെ ICUവിലേക്ക് മാറ്റും. പിന്നെ അമ്മ കൂടെ ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞിനൊരാശ്വാസമായത് കൊണ്ട് ഞങ്ങൾ അമ്മയെ കൂടെ നിർത്തുകയാണെന്ന് പറഞ്ഞ് ദേവദാസിയെ അടുക്കൽ നിർത്തുവാനിടയായി. ആ സമയത്ത് കുഞ്ഞിന് ആമൻ തലയൊന്ന് ചരിക്കാൻ പോലും കഴിയാതെ ഒരു സൈഡിലേക്ക് മാത്രം കിടക്കുന്നൊരനുഭവത്തിൽ ദൈവജനമേ മരണം മാത്രം മുൻപിൽ നിൽക്കുന്ന സമയം ഒരു ഞായറാഴ്ച രാവിലെ ഞാനിങ്ങനെ ഓർക്കുന്നു. ദേവദാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നുരയും പെതയും വരാൻ തുടങ്ങി എന്ന് പറഞ്ഞ് എന്നോടൊരു പാത്രം മേടിക്കാൻ ഞാൻ ആ പാത്രം മേടിച്ചു കൊണ്ട് കർത്താവിൻ്റെ ദാസി അവൻ ആ നുരയും പതയും ഇങ്ങനെ എടുത്തു മാറ്റും തോറും അതിങ്ങനെ കുഞ്ഞിനനക്കമില്ലാതെ ആ നുരയും പതയും ഇങ്ങനെ തുടർമാനം വന്നുകൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ജനമേ ദാസി നോക്കി നിൽക്കെ ഏതാണ്ട് ഒരു ഞായറാഴ്ച 11:30 ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഫിക്സ് വന്ന് ആ ഫിക്സ് വന്നവൾ പെട്ടെന്ന്
അവൻ അവിടെ ശരീരം മുഴുവൻ കോടി ഒരു സൈഡിലേക്ക് പോയി. കർത്താവിൻ്റെ ദാസി, അയ്യോ എനിക്കിത് കാണാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ ദാസി കരഞ്ഞുകൊണ്ട്, ആമൻ അയ്യോ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന സമയം ദൈവദാസിയെ വേഗത്തിൽ വന്ന് ഡോക്ടേഴ്സ് വാർഡിന് പുറത്തേക്കാക്കിയിട്ട് ആമൻ ഡോക്ടർമാർ ഓടി വന്ന് ആമൻ കുഞ്ഞിന് ഓക്സിജൻ കൊടുത്ത് അവളെ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് അവിടെ തന്നെ മാറ്റുവാനിടയായി. മൂത്ത പൈതൽ വെളിയിലിരിപ്പുണ്ട്. കുഞ്ഞോടി വന്നപ്പോൾ ആമൻ കലയെന്ന് പറഞ്ഞ ഡോക്ടർ ആമൻ മൂത്ത പൈതലിനെ മാറ്റി നിന്നിട്ട് പറഞ്ഞു, ആമൻ 2 മണിക്കൂറിനകം അക്സമോൾ മരിച്ചു പോകുമെന്ന് RCC വിധി എഴുതുവാനിടയായി. കാരണം ഫിക്സ് വന്നു കഴിഞ്ഞാൽ കീമോ പേഷ്യൻറ്റിൻ്റെ ആമൻ ഞരമ്പ് അകത്ത് പൊട്ടി അകത്ത് ബ്ലീഡിംഗ് ആയിട്ട് ഏതാണ്ട് 2 മണിക്കൂറിനകം പേഷ്യൻ്റ് മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് ഇവച്ചൻ്റെ ജനമേ മൂത്ത മകൻ ചങ്ങനാശ്ശേരിലേക്ക് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിന് ഓക്സിജൻ കൊടുത്തിട്ടേക്കുമാന്ന് പറഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ RCCയിലേക്ക് കയറുവാനിടയായി. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ പാളയത്ത് ഒരു ചർച്ചിൽ കടന്നു പോയിട്ട് ഞാൻ മടയനെ അവിടെ വെച്ച് എൻ്റെ കുഞ്ഞിനെ വിളിച്ച് ഞാൻ തുരുതുരാ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുക്കുമ്പോൾ മൂത്തമ്മ പറഞ്ഞു, പപ്പാ മോക്ക് ഫിക്സ് വന്ന് നമുക്ക് ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുകയാണ്, അവളെ കാണാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ RCCയിലേക്ക് ഒരു ബൈക്കിൽ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ RCCയിൽ വന്ന് ഞാൻ ഓടിക്കേറി ജനറൽ വാർഡിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ ആമൻ മരണം മാത്രം മുൻപിൽ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഓക്സിജൻ ഇട്ട് കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയാണ് കാണുവാനിടയായത്. ഞാൻ അവിടെ അടുക്കൽ ചെന്ന് അവിടെ ആ കാലിൻ്റെ വെള്ളയിൽ ഇങ്ങനെ 2 കാലിൻ്റെ ആ പത്തിയിലേക്ക് ഞാൻ എൻ്റെ കൈ തൊട്ടിട്ട് പറഞ്ഞ, കർത്താവേ അവൾക്ക് 17 വയസ്സായി, അവൾ സ്നാനപ്പെട്ടിട്ടില്ല. കർത്താവേ നീ ഇപ്പോൾ അവളെ വിളിച്ചാൽ അവൾ നിത്യതയിലെത്തത്തില്ല. എൻ്റെ കുഞ്ഞിന് ആയുസ് നീട്ടിത്തരണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് കരയുവാൻ തുടങ്ങി. ഞാനത് പറഞ്ഞ് പുറകോട്ട് മാറി വാർഡിൻ്റെ പുറത്തേക്ക് ഞങ്ങളെ ഇറക്കി നിർത്തി. കർത്താവിൻ്റെ ദാസിയെ അവൻ ആ വാർഡിൻ്റെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഫിക്സിന് വേണ്ടി ഒരു വില കൂടി ഇഞ്ചക്ഷൻ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് മൂത്ത മകൻ ഒപ്പിട്ട് കൊടുത്ത് ആ സമയത്ത് ഡോക്ടേഴ്സ് പറയും ടുഡേ അല്ലെ ടുമോറോ അല്ലെങ്കിൽ അവൻ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ആ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ ആ മരുന്നിൻ്റെ ആഘാതം അവൻ കുഞ്ഞ് വേഗത്തിൽ മരിച്ചു പോകുമെന്ന് RCC വിധി എഴുതിയപ്പോൾ ആ ഇഞ്ചക്ഷൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന സമയം ഡോക്ടർ ഇങ്ങനെയാണ് ഓർപ്പിക്കുവാനിടയായത്, ആ ഇഞ്ചക്ഷനോടുകൂടി അക്സമയങ്ങും, ആ മയക്കം മരണത്തിലേക്ക് പോകും, പിന്നെ അവൾ ഉണരത്തില്ല എന്ന് RCC വിധി. കാരണം ആ മരുന്നിൻ്റെ ആഘാതം അവൻ കുഞ്ഞിനെ മയക്കും, ആ മയക്കം മരണത്തിലേക്ക് മാത്രമെന്നാണ് RCC ഡോക്ടേഴ്സ് പറയുവാനിടയായത്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുഞ്ഞ് മയക്കത്തിലേക്ക് പോയി. ദൈവത്തിൻ്റെ ജനമേ അവിടെ ഓക്സിജൻ ലെവൽ താഴുവാൻ തുടങ്ങി. അവൻ കർത്താവിൻ്റെ ദാസി ബെഡിൻ്റെ താഴെ മുട്ടുകുത്തിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ മൂടിക്കെട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് കരയുക. ഞങ്ങൾ RCCയുടെ പുറത്ത് ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കുന്ന സമയം 2 മണിക്കൂർ പറഞ്ഞത് മുൻപോട്ട് പോകുവാൻ തുടങ്ങിയതാണ്ട് രാത്രിയോളം അത് എത്തുവാനിടയായി. അവൻ ആ ഓക്സിജൻ ഇട്ട് കിടക്കുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഓക്സിജൻ വലിയ താഴ്ന്ന് മുൻപോട്ട് താഴേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദാസി ആ ബെഡിൻ്റെ താഴെ എൻ്റെ കുഞ്ഞിനെ മൂടിക്കെട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഞങ്ങളെ അറിയുന്നവരെല്ലാം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനെയാണ് വിളിച്ചത്, സന്തോഷ് പാസ്റ്റർ മോള് മരിച്ചുപോയെന്ന് പോലും ആ ദേശം മുഴുവൻ അറിയത്തക്ക അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് വിളിച്ചു പറയുവാനിടയായി. ദൈവത്തിൻ്റെ ജനമേ 2 മണിക്കൂർ RCC 2 മണിക്കൂർ പറഞ്ഞ സ്ഥാനത്ത് അർദ്ധരാത്രി വരെ ആ മയക്കത്തിലേക്ക് പോയി ഉണരാതെ കിടക്കുന്ന കുഞ്ഞ് കർത്താവിൻ്റെ ദാസി മുട്ടുകൊത്തി കരയുന്ന സമയം ദൈവത്തിൻ്റെ ജനമേ ഉണരത്തില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതി അത് മരണത്തിലേക്കാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏതാണ്ട് അർദ്ധരാത്രി 11:45 സമയം ആമൻ ഉണരത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ തലമുറ ഉണർന്ന് അമ്മയെ വിളിക്കുവാനിടയായി. അമ്മയെന്ന് വിളിച്ച് ദൈവദാസി കരഞ്ഞുകൊണ്ട് അയ്യോ ഡോക്ടർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഡോക്ടർ റൂമിലേക്ക് ഓടുവാനിടയായി. ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്ന് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഓക്സിജൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് മാത്രം കൈകൊണ്ട് കാണിച്ച് അല്പം വെള്ളം കുഞ്ഞിന് കുടിക്കാൻ കൊടുത്ത് വീണ്ടും ഓക്സിജൻ ഇട്ട് കിടത്തി. ആമൻ നേരം വെളുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വീണ്ടും ഓക്സിജൻ ഇട്ട് കിടത്തിയിരിക്കുകയാണ്. യുവദാസി കരയുന്നു. യുവത്തിൻ്റെ ജനമേ, എന്നാൽ ഇന്ന് രാത്രിയിൽ എൻ്റെ തലമുറ ഈ ചെറിയ ദൈവസഭയ്ക്കകത്ത് ആമൻ കടന്നു വന്ന കർത്താവിൻ്റെ സാക്ഷ്യം കരയേറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, അർദ്ധരാത്രിയിൽ യേശു RCCക്കകത്ത് ഇറങ്ങി. ദൈവത്തിൻ്റെ ജനമേ, ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്. 147 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം.
കാക്കക്കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുന്ന ദൈവം RCCക്കകത്ത് ഞങ്ങളുടെ കരച്ചില് കേട്ട് ദൈവത്തിന്റെ ജനമേ RCCക്കകത്ത് യേശു അർദ്ധരാത്രിയിൽ ഇറങ്ങി ആമേൻ മരിച്ചു പോകുമെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ എൻ്റെ കുഞ്ഞ് അർദ്ധരാത്രിയിൽ ഉണരുവാനിടയായി. അന്ന് രാത്രിയിൽ എൻ്റെ കുഞ്ഞ് റിക്കവർ ആകത്തക്ക രീതിയിൽ യേശു എൻ്റെ കുഞ്ഞിനെ തൊടുവാനിടയായി. ദൈവത്തിന്റെ ജനമേ ഇങ്ങനെയാണ് വിളിച്ചു പറയുവാനിടയായത്. അക്ഷയുടെ ഒരു സൈഡ് പാരലൈസ് ആയി, ഇനി അവൾ നടക്കത്തില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. ഞാൻ കർത്താവിൻ്റെ ദാസിയും പയ്യെ പയ്യെ കുഞ്ഞിനെ RCC അവാർഡിനകത്ത് പിടിച്ചു നടക്കുമ്പോൾ അവൻ ഒരു സ്റ്റെപ്പ് വെക്കും, അടുത്ത സ്റ്റെപ്പ് കുഞ്ഞ് താഴെ വീഴും. അതുപോലത്തെ അവസ്ഥയാണ്. വീണ്ടും ഞങ്ങൾ തിരിച്ചു കൊണ്ട് കുഞ്ഞിനെ കിടത്തും. എന്നാൽ ദൈവജനമേ ഏതാണ്ട് 3.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ RCC കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുവാനിടയായി. അവൻ മൂടിക്കെട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് RCCക്കകത്തുനിന്ന് കുഞ്ഞിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ബെഥെസ്ദ ഗൈഡൻസ് എന്ന് പറയുന്ന ആമേൻ ആ ചർച്ചിൻ്റെ 106-ാമത്തെ റൂമിൽ ആമേൻ ഞാനും കർത്താവിൻ്റെ ദാസിയും വാത്സല്യ പൈതലും ആമേൻ കുഞ്ഞിൻ്റെ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമെന്ന വണ്ണം ആമേൻ മരണം കാത്ത കിടന്ന കുഞ്ഞിനെ ആമേൻ റൂമിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയം യുവജനമേ അവിടെ മുടി വളരുവാൻ തുടങ്ങി, അവിടെ കളർ മാറുവാൻ തുടങ്ങി, കുഞ്ഞ് പയ്യെ പയ്യെ കൈയടിക്കുവാൻ തുടങ്ങി, അക്സമോട് പാടാൻ തുടങ്ങി. ആമേൻ കട്ടിലെ പിടിച്ച് പയ്യെ എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കുവാൻ തുടങ്ങി. ദൈവജനമേ തിരുവചനം പറയുന്നു, ഈ യോബിന് നഷ്ടമായതെല്ലാം ദൈവം മടക്കി കൊടുത്തതുപോലെ, ദൈവം മടക്കി കൊടുത്തതുപോലെ എൻ്റെ തലമുറയ്ക്ക് ദൈവം അവിടെ ജീവനെ, അവിടെ ആരോഗ്യത്തെ, അവിടെ സൗന്ദര്യത്തെ ദൈവം മടക്കി കൊടുക്കുവാനിടയായി. ദൈവജനമേ അവൻ അവിടുത്തെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞ് നടക്കുവാൻ തുടങ്ങി. 4-ാമത്തെ ബോൺമാരെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടുമായി ഞാനും കർത്താവിൻ്റെ ദാസി കുഞ്ഞിനെ വീൽ ചെയർ ഇരുത്തിക്കൊണ്ട് ഡോക്ടറുടെ റൂമിൽ ചെല്ലുമ്പോൾ ആ ബോൺമാരുടെ റിസൾട്ട് കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, മോളെ നിനക്കൊരു അസുഖവുമില്ല, നീ പഠിക്കാൻ പൊക്കോ എന്ന് RCC ഡോക്ടർ പറയത്തക്ക രീതിയിൽ എൻ്റെ യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവശക്തമായി നീട്ടുവാനിടയായി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ. 4-ാമത്തെ ഹൈഡോസ് കീമോ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ മോഷൻ ഭാഗത്ത് ഒക്കെ ഒരു കുരുവന്ന് പഴുത്തു പൊട്ടുന്നൊരനുഭവം. ഡോക്ടർ പറഞ്ഞു ഹൈഡോസ് കീമോയുടെ സൈഡ് എഫക്റ്റാണ് പിസ്റ്റല് പോലെ ആ മേഖല മലദ്വാരത്തിൽ ഒരു കുരുവന്ന് പഴുത്തു പൊട്ടുന്നൊരനുഭവം. അതുകൊണ്ട് അത് സർജനെ കാണിച്ച് കീറിക്കളയണമെന്ന് ഡോക്ടർ ഞങ്ങളെ സർജൻ്റെ അടുക്കലേക്ക്, മെഡിക്കൽ കോളേജിലെ സർജൻ്റെ അടുക്കലേക്ക് വിടുവാനിടയായി. ആദ്യത്തെ MRI സ്കാനിന് വേണ്ടി ഞങ്ങൾ ഏതാണ്ട് ഒരു ദിവസം 4 മണി വരെ ഇരുന്നിട്ടും ഏതാണ്ട് ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ MRI എടുക്കുന്ന മുൻപ് തന്നെ മെഷീൻ കേടായി. ഞങ്ങളെ അന്ന് പറഞ്ഞു അടുത്ത മാസം ഞങ്ങൾക്ക് വീണ്ടും ഡേറ്റ് തന്നു. അക്ഷയമായി ഞങ്ങൾ വീണ്ടും MRI ചെയ്യുവാൻ ചെന്നപ്പോൾ MRI ചെയ്ത് അതിൻ്റെ റിസൾട്ട് മേടിക്കുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്ന സമയം, അഥവാ ആദ്യത്തെ MRIയുടെ സമയം കഴിഞ്ഞ് വീണ്ടും 1 മാസം ഞങ്ങൾക്ക് തന്നപ്പോൾ ഞാനും ദൈവദാസിയും കുഞ്ഞും ഞങ്ങൾ താമസിക്കുന്ന വട്ടപ്പാറയിൽ വീടിനകത്ത് മുഴങ്കാലുകൾ ഡോക്ടർ ഇങ്ങനെയാണ് അത് കീറിക്കളയണമെന്ന് പറഞ്ഞു. അതല്ല ഇവിടെ നിങ്ങൾ പിന്നീട് ക്യാൻസറായി മാറുമെന്ന് പറയുവാനിടയായി. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് മുഴങ്കാലുകൾ മടക്കി ഇങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചതാ, ഇനി കത്തിവെക്കാൻ ദൈവം അനുവദിക്കില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. MRI റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് ഞാൻ മേടിച്ചുവെങ്കിലും അനസ്തേഷ്യ കാണുമെന്ന് ഡോക്ടർ ഞാൻ കാണുവാൻ പോകാതെ വണ്ണം ഞങ്ങൾ ആ റിസൾട്ടുമായി ദൈവത്തിൻ്റെ പാടുപെടെ മുഴങ്കാലുകളും മടക്കി. ദൈവത്തിൻ്റെ ജനമേ അത് കീറിക്കളയണം എന്ന് പറഞ്ഞു. അത് പലപ്പോഴും പഴുപ്പ് വന്നു വീണ്ടും പൊട്ടും. അങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ പിസ്റ്റല പോലെയുള്ള ആ പ്രത്യേക അനുഭവത്തെ ദൈവജനമേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഉപവാസത്തോട് മുഴങ്കാലുകൾ മടക്കിയപ്പോൾ ദൈവം അതിനെ അപ്രത്യക്ഷമാക്കുവാനിടയായി. ദൈവജനമേ RCCയിലെ ആ മരണക്കിടക്കെന്ന് വിടിവെച്ച കുഞ്ഞിനെ പിന്നെ കത്തിവെക്കാൻ ദൈവം അനുവദിക്കാതെ ഇന്ന് അവൾ പരിപൂർണ സൗഖ്യത്തോടുകൂടി നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ 6 മാസത്തെ ചെക്കപ്പിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസം ഞങ്ങൾ ഡോക്ടറുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, മോളെ നിന്റെ
ആമേ ബ്ലഡിൻ്റെ കൗണ്ട് നോക്കുവാൻ വേണ്ടി മാത്രമാണ് നിന്നെ വിളിക്കുന്നത്, അല്ല നിനക്കൊരു അസുഖവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അവളെ അടുക്കലേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. ആമേ ലേഡി ഡോക്ടറോട് പറഞ്ഞു, നോക്കിക്കേ, അക്ഷയ്ക്ക് നമ്മൾ മുടിയില്ലാതല്ലേ അക്ഷയെ കണ്ടതെന്ന് പറഞ്ഞു, ഇപ്പോൾ അവൾ സൗന്ദര്യമുള്ളവളായെന്ന് പറഞ്ഞു. ഡോക്ടർ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരസുഖവും ഇല്ല എന്ന് RCC ഞങ്ങൾക്ക് റിസൾട്ട് തിരികെ തരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തിയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ജനമേ, ഈ ദൈവജനത്തിന്റെ നടുവില് ഞാൻ ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുകയാണ്, കർത്താവിന്റെ നാമത്തെ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ മഹിമയോ ഞങ്ങളുടെ പുകഴ്ചയല്ല, ഞങ്ങൾക്ക് വേണ്ടി അനേക ദൈവ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായ ആ പ്രയർ സപ്പോർട്ട് ഒന്നു മാത്രമാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ആമേൻ അക്സമോൾ ജീവനോടുകൂടെ നിൽക്കുന്നത്. ആ മരണക്കിടക്കയിൽ വെച്ചൊരു തീരുമാനമെടുത്തു, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പൊക്കോളാമെന്ന്. ദൈവജനം, എന്നാൽ ഞാൻ 4 വർഷം കൊമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിച്ച അതേ ബൈബിൾ സ്കൂളിൽ കുഞ്ഞിന് അഡ്മിഷൻ ലഭിച്ചു. നാളെ എൻ്റെ കുഞ്ഞിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു, ഇന്ന് രാത്രിയിൽ നമ്മുടെ കരത്തെ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ആ നല്ല കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയ്ക്കകത്ത് ആമേൻ ലോകത്തിന്റെ കേൾക്കകത്തുനിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന എൻ്റെ തലമുറയോ വിടുവിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നുവെങ്കിലോ ആ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ആ കർത്താവിന്റെ പൊന്നുനാമം ഈ രാത്രി ഉയരുമാറാകട്ടെ. ആ കർത്താവിന്റെ പൊന്നുനാമം ഇന്ന് രാത്രി ഉയരുമാറാകട്ടെ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. Praise the Lord. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ, രാക്കാലഹീനവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ, രാക്കാലഹീനവും അവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്കരങ്ങളും എന്നകർത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. എല്ലങ്കരങ്ങളും എന്നകർത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, അവൻ എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്കു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, വായത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, വായത്ര നല്ലവൻ.